ഹായ് എവ്രി വൺ, ബിസിനസ് ബസ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാനുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഷെയർ ചെയ്യാം എന്ന തീരുമാനത്തോട് കൂടിയിട്ട് അതിൽ നിന്നുണ്ടാവുന്ന ലാഭമാണെന്നുണ്ടെങ്കിൽ അത്, അല്ല ലോസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യുന്ന രീതിയിൽ ഫോം ചെയ്യുന്ന ഒരു എൻ്റർപ്രൈസിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ട്ണറും ബിസിനസ്സിലേക്ക് അവരുടെ ക്യാപിറ്റൽ, അതായത് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ അവരുടെ സ്കിൽസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ലേബർ, അതായത് അവരെടുക്കുന്ന എഫേർട്ട് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മാത്രമല്ല ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസിനെല്ലാം ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തന്നെ പല രീതിയിൽ, അതായത് പല ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്സ് ഉണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ കാലാവധി അനുസരിച്ചിട്ടും പാർട്ട്നേഴ്സിന് വരുന്ന ലയബിലിറ്റിയുടെ മുകളിലും എല്ലാം നമുക്ക് പാർട്ട്ണർഷിപ്പിനെ വേർതിരിക്കാവുന്നതാണ്. ഇതിനു പുറമെ നിങ്ങളുടെ ബിസിനസ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് രജിസ്റ്റേർഡ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിലും പർപ്പസിൻ്റെ ബേസിസിലും എല്ലാം നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ ക്ലാസിഫൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിനും പുറമെ നമുക്ക് ആക്റ്റീവായിട്ട് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിനെ ആക്റ്റീവ് പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരെ നമ്മൾ സ്ലീപ്പിംഗ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡോർമെൻറ്റ് പാർട്ട്നേഴ്സ് എന്ന് പറയും. ഇങ്ങനെ അവരുടെ ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഇന്ത്യയിൽ തുടങ്ങാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പാർട്ട്നേഴ്സ് തമ്മിലൊരു കോമൺ ആയിട്ടുള്ളൊരു വിഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ പരസ്പരം നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. മാത്രമല്ല പാർട്ട്നേഴ്സ് തമ്മിൽ നല്ലൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് സ്ട്രക്ചർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഫേംസിന് പല ടൈപ്പിൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ ജനറൽ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, എല്ലാ പാർട്ട്നേഴ്സിനും അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി. മാത്രമല്ല എല്ലാവരും ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജനറൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും. അതുപോലെ തന്നെ ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ബോത്ത് ജനറൽ പാർട്ട്നേഴ്സും അതുപോലെ തന്നെ ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. ലിമിറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് അവർക്ക് വരുന്നത്, ബാധ്യതകളൊക്കെ ലിമിറ്റഡ് ആയിട്ടേ വരുന്നുള്ളൂ. ഇനി അതുമല്ലാതെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഉണ്ട്, LLP എന്ന് പറയുന്നത്. അതിൽ ലിമിറ്റഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും. അതുപോലെ തന്നെ അവർക്ക് ആക്റ്റീവായിട്ട് മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് നെയിം സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന് നിങ്ങൾ യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിം സെലക്ട് ചെയ്യാം. അപ്പോൾ രജിസ്ട്രാർ ഓഫ് ഫേംസ് പറയുന്ന നെയിമിംഗ് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് നെയിമിൻ്റെ മുകളിലൊരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി നാലാമത്തെ കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതും, പിന്നെ അതുപോലെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്നുള്ളതും, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതെല്ലാം എഴുതിക്കൊണ്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം ഈ പാർട്ട്ണർഷിപ്പ് ഡീഡ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ പാർട്ട്ണർഷിപ്പ് ഫേംസിൻ്റെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി അല്ല, പക്ഷെ എങ്കിൽ പോലും നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്ട്രാർ ഓഫ് ഫേംസിൻ്റെ താഴെ, അതായത് നമ്മുടെ സ്റ്റേറ്റിലെ രജിസ്ട്രാർ ഓഫ് ഫേംസിൻ്റെ താഴെ രജിസ്റ്റർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലീഗൽ റെക്കഗ്നിഷൻ കിട്ടുകയാണ് നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിന്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് ഒരു തേർഡ് പാർട്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള എബിലിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് പാൻ കാർഡും അതുപോലെ ടാൻ കാർഡും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ആയിട്ടുള്ള പാൻ കാർഡിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ആയിട്ടുള്ള ടാൻ കാർഡിന് അപ്ലൈ ചെയ്യാം നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയിട്ട്. ഇത് രണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് രണ്ടിനും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, മറ്റ് KYC ഡോക്യുമെൻറ്റ്സ് ഒക്കെ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. അടുത്തതാണ് കംപ്ലയൻസ് ആൻഡ് ടാക്സേഷൻ. നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ മറ്റ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. അതായത് GST രജിസ്ട്രേഷന് നിങ്ങൾ ആ ഒരു ടേൺ ഓവർ ഇന്ന ഒരു പീരീഡിൽ
എക്സീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള മറ്റ് ടാക്സേഷന് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ടാക്സ് റിട്ടേൺസ്, ഇതെല്ലാം ലോയ്ക്കും റെഗുലേഷൻസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ലാസ്റ്റ് സ്റ്റെപ്പാണ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇതൊരു ലീഗൽ റിക്വയർമെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ കൂടി റെക്കമെൻഡഡ് ആണ്. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എങ്ങനെ നടക്കും എന്നുള്ളതും റെസൊല്യൂഷൻ മെക്കാനിസംസ് എന്തൊക്കെയാണെന്നുള്ളതും മറ്റ് പാർട്ട്നേഴ്സിനെ അഡ്മിഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ നിലവിലെ പാർട്ട്നേഴ്സിനെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരിക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ഇതിന് പുറമെ അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പാർട്ട്ണർഷിപ്പ് ലോസ്. അതായത് ഇന്ത്യയിലുള്ള പാർട്ട്ണർഷിപ്പ് ലോസിനെ കുറിച്ചിട്ട് അറിവുള്ള ഒരു ലീഗൽ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്തുനിന്ന് കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുന്നത്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.